നമസ്കാരം. നിവിൻ പോളിയും ലിസ്റ്റിൻ സ്റ്റീഫനുമാണ് മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ ഭയങ്കര സൗഹൃദത്തിലായിരുന്ന, പരസ്പരം തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന രണ്ട് ആൾക്കാരാണ്. ഒരു നിർമ്മാതാവും ഒരു നടനും. ഈ നടൻ്റെ നിവിൻ പോളിയുടെ ഒന്നിലധികം സിനിമകൾ നിർമ്മിച്ച നിവിൻ പോളിയുടെ മാജിക് ഫ്രെയിംസിൻ്റെ സിനിമകൾ നമ്മൾ കണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് രാമചന്ദ്ര ബോസ് മുതൽ മലയാളി ഫ്രം ഇന്ത്യ വരെ രണ്ട് സിനിമകൾ പ്രത്യേകമായി പറയേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട്. നിവിൻ പോളിക്ക് എതിരെ ലിസ്റ്റിൻ സ്റ്റീഫൻ പരസ്യമായി ഒരു അപമാന പ്രസ്താവന നടത്തുകയും അതിൻ്റെ തുടർച്ചയായിട്ട് നിവിൻ പോളി ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ കോടതിയിൽ സിവിൽ സ്യൂട്ടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി അതിനെതിരെ മാജിക് ഫ്രെയിംസ് നൽകിയ കംപ്ലയിൻറ്റ് കോടതി തള്ളി. നിവിൻ പോളിക്ക് എതിരായ നീക്കത്തിൽ ലിസ്റ്റിൻ സ്റ്റീഫന് കോടതിയിൽ നിന്നൊരു തിരിച്ചടി നേരിട്ടു. എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്നുള്ള ആകാംക്ഷ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന് പറയുന്ന ഹനീഫ് അദേനിയുടെ ഒരു സിനിമ നിങ്ങൾ പലരും തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാകാം. OTT-യിലൊന്നും അവൈലബിൾ അല്ല, അവിടെ ആരും എടുത്തിട്ടില്ല ആ സിനിമയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇവർ തന്നെ പുറത്തു പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നമുക്കറിയാവുന്നത്. രാമചന്ദ്ര ബോസ് ആൻഡ് കോയുമായി ബന്ധപ്പെട്ട് നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയും ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ മാജിക് ഫ്രെയിംസ് എന്ന കമ്പനിയും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു കരാറുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ. അതിൻ്റെ തുടർച്ചയായിട്ട് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഡിജോ ജോസ് ആൻ്റണിയുടെ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അതിൻ്റെ തുടർച്ചയായി ചില സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തുകയും അതിൻ്റെ തുടർച്ചയായി ലിസ്റ്റിൻ സ്റ്റീഫൻ പരസ്യമായി നിവിൻ പോളിക്കെതിരെ ഒരു അപമാന പ്രസ്താവന നടത്തുകയും ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് കൂടിയാണ് ഈ തർക്കത്തിലേക്കും കോടതിയിലേക്കും പോയത്. ഒന്നാമത്തെ കാര്യം ലിസ്റ്റിൻ സ്റ്റീഫനെതിരായ തിരിച്ചടിയുടേതാണ്. അത് കോടതിയിലുണ്ടായ വിധി. അതായത് രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആർബിട്രേഷനിലേക്ക്, മധ്യസ്ഥതയ്ക്ക് വിടണം എന്നാവശ്യപ്പെട്ട് ആണ് നിർമ്മാതാക്കളായ മാജിക് ഫ്രെയിംസും ലിസ്റ്റിൻ സ്റ്റീഫനും എറണാകുളം അഡീഷണൽ മുനിസിഫ് കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ ഇത് കോടതി തള്ളി. എങ്ങനെയാണ് തള്ളിയത്? മധ്യസ്ഥതയ്ക്ക് ഉള്ള സാധ്യത അവരുടെ കരാറിൽ ഇല്ലായിരുന്നു, നിർബന്ധിത മധ്യസ്ഥതയ്ക്കുള്ള സാധ്യത ഇല്ലായിരുന്നു എന്നാണ്. അപ്പുറത്ത് നടൻ നിവിൻ പോളിയും പോളി ജൂനിയർ പിക്ചേഴ്സും ഫയൽ ചെയ്ത സിവിൽ സ്യൂട്ട് അതുകൊണ്ട് തന്നെ നിലനിൽക്കുമെന്നും അത് കോടതി നടപടിയുമായി മുന്നോട്ട് പോകാം എന്നും നിവിൻ പോളിക്ക് അനുകൂലമായി വിധിക്കുകയാണ് ഉത്തരവിട്ടത്. ഇനി എന്താണ് സംഗതി എന്ന് വിശദമായി നോക്കാം. അതിൻ്റെ പശ്ചാത്തലം എന്താണ്, കേസ് എന്ന് നോക്കാം. അതായത് രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിവിൻ പോളിയും ലിസ്റ്റിൻ സ്റ്റീഫനും തമ്മിൽ ഒരു കരാറുണ്ടാക്കി. ലാഭവിഹിതം പങ്കുവെക്കാം എന്നത് സംബന്ധിച്ചാണ് കരാർ. 2022 സെപ്റ്റംബറിലാണ് പോളി ജൂനിയർ പിക്ചേഴ്സും മാജിക് ഫ്രെയിംസും തമ്മിൽ കരാറിലെത്തിയത്. ഇതിൽ ആ കരാർ പ്രകാരം വാക്ക് പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനുശേഷം നിവിൻ പോളിക്കെതിരെ ഇദ്ദേഹം നടത്തിയ അപമാന പ്രസ്താവനയുടെ കൂടി അടിസ്ഥാനത്തിലാണ് നിവിൻ പോളി കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ആ ഹർജിക്കെതിരെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇവിടെ കോടതിയെ സമീപിച്ചത്. അദ്ദേഹത്തിൻ്റെ പരാതിയിൽ പ്രകാരം ഇത് ആർബിട്രേഷന് വിടണം എന്നാണല്ലോ പറഞ്ഞത്. അത് കോടതി അംഗീകരിച്ചില്ല. അവരുടെ കരാറിൽ നിർബന്ധിത ആർബിട്രേഷൻ വ്യവസ്ഥ ഇല്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. കരാറിൻ്റെ രേഖകൾ കൈമാറാൻ ലിസ്റ്റിൻ സ്റ്റീഫനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. മാത്രമല്ല ഇതിൻ്റെ ഒപ്പമുള്ള അപകീർത്തി കുറ്റം എന്നൊരു കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട്. അത് മധ്യസ്ഥ ചർച്ചയിലൂടെ പരിഹരിക്കാനാകില്ല എന്നും അതിൽ നിവിൻ പോളി നൽകിയ പരാതി അതുകൊണ്ട് തന്നെ നിലനിൽക്കും എന്നും അതിന് സ്റ്റേ ആവശ്യപ്പെട്ട് മധ്യസ്ഥതയിലേക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ നൽകിയ പരാതി നിലനിൽക്കില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ലിസ്റ്റിൻ്റെ ഹർജി തള്ളിയത്. ലാഭവിഹിതം പങ്കുവെക്കുന്ന വ്യവസ്ഥയിലായിരുന്നു നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നത്. എന്നാൽ ചിത്രത്തിൻ്റെ തിയേറ്റർ വിതരണം ഏറ്റെടുത്ത ലിസ്റ്റിൻ സ്റ്റീഫനും മാജിക് ഫ്രെയിംസും യഥാർത്ഥ വരുമാന വിവരങ്ങളും ചെലവുകളും മറച്ചുവെച്ചു എന്നും തങ്ങൾക്ക് ലഭിക്കേണ്ട ലാഭം നൽകിയില്ല എന്നുമാണ് നിവിൻ പോളിയുടെയും കമ്പനിയുടെയും പരാതി. കൂടാതെ കൃത്യമായ കണക്കുകൾ കാണിക്കാതെ 7.5 കോടി രൂപയുടെ ബാധ്യത തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുവെന്നും 10 കോടി രൂപയുടെ വായ്പയിൽ 5.5 കോടി രൂപ തിരിച്ചടച്ചു എന്നിട്ടും സെക്യൂരിറ്റിയായി നൽകിയ ചെക്കുകൾ ലിസ്റ്റിൻ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഹർജിയിലുള്ളത്. ആരുടെ? നിവിൻ പോളിയുടെ കമ്പനിയുടെ ഹർജിയിലുള്ളത്. അതുമാത്രമല്ല, അത് രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമയുടെ കാര്യമാണ്. ഇനി അതിൻ്റെ പുറമെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ ലാഭവിഹിതം നൽകാതെ പറ്റിച്ചുവെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പൊതുവേദിയിൽ വെച്ച് നിവിൻ പോളിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നുമാണ് പ്രധാന പരാതി. ആ പരാതിക്കെതിരെയാണ് ലിസ്റ്റിൻ പോയത്. അതാണ് തള്ളിയത്. പ്രധാന പരാതിയിൽ നിവിൻ പോളി ഈ തർക്കങ്ങൾ, ഈ ആവശ്യങ്ങൾ, ഈ കാര്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് നിവിൻ പോളിയുടെ ഈ ഹർജിക്കെതിരെ ലിസ്റ്റിൻ മറ്റൊരു കോടതിയെ സമീപിച്ചത്. എന്നാൽ സംഗതി പാളിപ്പോകുമെന്ന് മനസ്സിലാക്കി പ്രധാന കേസ് പുറത്ത് ഒത്തുതീർപ്പാക്കാനുള്ള സാധ്യത തേടിയാണ് ലിസ്റ്റിൻ ഹർജി നൽകിയത്. അതായത് കോടതി നടപടികൾ പാടില്ലെന്നും അത് റദ്ദാക്കണമെന്നും, അതായത് നിവിൻ പോളിയുടെ ആ ഹർജി റദ്ദാക്കണം എന്നും ആർബിട്രേഷൻ വഴി മാത്രമേ പരിഹരിക്കൂ
അനുവദിക്കാവൂ എന്ന് നിർദ്ദേശിക്കണമെന്നുമായിരുന്നു ലിസ്റ്റിൻ വാദിച്ചത്. അതിനായി ഉപകരാറിലെ ഒരു നിർദ്ദേശവും ലിസ്റ്റിൻ കോടതിയിൽ ഉദ്ധരിച്ചു. എന്താണത്? ഇരുവിഭാഗവും തമ്മിൽ ഒപ്പുവെച്ച കരാറിലെ 4-ാം വകുപ്പാണ്. അതുപ്രകാരം തർക്കങ്ങൾ കോടതിക്ക് പുറത്ത് ആർബിട്രേഷൻ വഴി മാത്രമേ പരിഹരിക്കാൻ പാടുള്ളൂ എന്നാണ് ലിസ്റ്റിൻ വാദിച്ചത്. അതിനാൽ സിവിൽ കോടതിക്ക് ഈ കേസ് പരിഗണിക്കാൻ അധികാരമില്ല എന്നാണ് അദ്ദേഹം വാദിച്ചത്. ഇവർ ആർബിട്രേഷൻ സെക്ഷൻ 8 പ്രകാരം ആണ് ഹർജി നൽകിയത്. അത് പ്രകാരം അതിൻ്റെ തുടർച്ചയായിട്ട് ഈ കോടതിയിൽ നിന്ന് തള്ളണം, ഇവിടെ പരിഹരിക്കാൻ പാടില്ല എന്ന് വിധിക്കണമെന്നാണ് എറണാകുളം മുൻസിഫിൻ്റെ മുമ്പിൽ ആകെ ഹർജി നൽകിയത്. അതാണ് തള്ളിയത്. കാരണം ഇരുവിഭാഗത്തിൻ്റെ വാദം വിശദമായി പരിശോധിച്ച കോടതി മാജിക് ഫ്രെയിംസിൻ്റെ വാദത്തിൽ കഴമ്പില്ല എന്നാണ് കണ്ടെത്തിയത്. ആർബിട്രേഷൻ ആക്ട് സെക്ഷൻ 8(2) പ്രകാരം ഹർജി സമർപ്പിക്കുമ്പോൾ യഥാർത്ഥ കരാറോ അതിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പോ ഹാജരാക്കണം. എന്നാൽ ഹർജിക്കാരൻ വെറും ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി മാത്രം ഹാജരാക്കി എന്നാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല, കരാറിലെ നിർദ്ദേശം, ഈ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയിലെ നിർദ്ദേശം കോടതി സൂക്ഷ്മ വിശകലനം നടത്തിയിട്ട് നിഗമനത്തിലുമെത്തി. കരാറിലെ വ്യവസ്ഥ, ഈ കോപ്പിയിലെ വ്യവസ്ഥ പരിശോധിച്ചപ്പോൾ തർക്കങ്ങൾ പരസ്പരം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ഉള്ള നിർദ്ദേശം നിർബന്ധമല്ല. ഷാൽ എന്ന വാക്കും ആർബിട്രേഷനിലേക്ക് വിടുന്നതിന് മേ എന്ന വാക്കുമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കോടതിൻ്റെ സാങ്കേതിക വിശകലനത്തിലേക്ക് തന്നെ കടന്നു. സാങ്കേതിക വാക്കുകളുടെ സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ഇത് മധ്യസ്ഥതയ്ക്ക് ഇരുപക്ഷത്തിനും പുതിയ സമ്മതം ആവശ്യമായ രീതിയിൽ പിന്നീട് തീരുമാനിക്കാവുന്ന വ്യവസ്ഥ മാത്രമാണെന്നും നിർബന്ധിത വ്യവസ്ഥയല്ലെന്നും ആണ് കോടതി വ്യക്തമാക്കിക്കൊണ്ടാണ് ലിസ്റ്റിൻ്റെ ഹർജി തള്ളിയത്. അതായത് നിവിൻ പോളി ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ്, അല്ലാതെ നിർബന്ധമായിട്ട് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം അതിന് വഴങ്ങുകയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ കോടതിയുടെ വിധി. ചുരുക്കത്തിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഉദ്ദേശിച്ചതുപോലെ കോടതിക്ക് പുറത്തുള്ള മധ്യസ്ഥതയിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള ആർബിട്രേഷൻ സാധ്യതയില്ല എന്ന് കോടതി തന്നെ വ്യക്തമാക്കുകയാണ്. നിവിൻ പോളിയുടെ പരാതി നിലനിൽക്കും എന്നർത്ഥം. യഥാർത്ഥത്തിൽ നിവിൻ പോളിക്കെതിരെ അപകീർത്തി പരാമർശം ലിസ്റ്റിൻ സ്റ്റീഫൻ നടത്തി എന്നുള്ളത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു സിനിമയിലെ നായകനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകളിലടക്കം നായകനായി വന്ന ആളെ ജനങ്ങൾക്ക് മുന്നിൽ, പ്രേക്ഷകർക്ക് മുന്നിൽ സംശയത്തിൻ്റെ നിഴൽ നിർത്തിക്കൊണ്ടുള്ള പ്രസ്താവന പരസ്യമായി നിർമ്മാതാവ് എന്ന, അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടനയുടെ മുന്നിലുള്ള ഒരാൾ, പ്രധാന ഭാരവാഹിയായിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വമില്ലാതെ ഒരു അപകീർത്തി പരാമർശം നടത്തുകയാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ആ അപകീർത്തി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിൻ്റെ അല്ലെങ്കിൽ തിരിച്ചടിയുടെ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിവിൻ പോളി കോടതിയിൽ പോകുന്നത്. മാത്രമല്ല, അതിൻ്റെ തുടർച്ചയായിട്ട് അപകീർത്തിക്ക് മാത്രമല്ല കോടതിയിൽ പോയതെന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് നേരത്തെയുള്ള കരാർ ലംഘനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോടതി പോകുന്നത്. അതുകൊണ്ട് അത് എതിരായ ലിസ്റ്റിൻ്റെ നീക്കവും വിജയിച്ചില്ല. അതിൽ ഇനിയിപ്പോൾ ആ കീഴ്ക്കോടതി ഇത് പരിശോധിക്കുന്ന ഘട്ടത്തിൽ, മെയിൻ കോടതി ഇത് പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഈ തള്ളിയ കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ കൂടി അതിന് ആധാരവും. ആ അർത്ഥത്തിൽ നിവിൻ പോളിയുടെ കേസ് കൂടുതൽ ശ്രദ്ധ നേടുകയും നിലനിൽക്കുകയും ചെയ്യുകയാണ്. ലിസ്റ്റിനെതിരായ ഇരട്ടി ആഘാതമായി അത് മാറും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ചുരുക്കത്തിൽ ഈ കാര്യത്തിൽ നിവിൻ പോളി വഴങ്ങാതെ ലിസ്റ്റിന് ഇനിയൊരു മധ്യസ്ഥതയിലൂടെയുള്ള ചർച്ച, പ്രശ്നപരിഹാരം സാധ്യമല്ല എന്നാണ് കോടതി വിധിയിലൂടെ വ്യക്തമായിരിക്കുന്നത്. ഇനി ഈ സംഭവം, പ്രത്യേകിച്ച് അദ്ദേഹം സിനിമ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രധാന ഭാരവാഹിത്വത്തിലിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ കൂടി വലിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്നുറപ്പാണ്. തുടർ നടപടികളെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. നമുക്ക് നോക്കാം. നന്ദി, നമസ്കാരം.